ഗൈസ്, മോർണിംഗ് ടു ഓൾ. സോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എൻ്റെ പേര് അദ്വൈത് എന്നാണ്. അപ്പോൾ ഞാൻ ഷോർട്സും ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ഇടുന്നുണ്ട്, ഫിറ്റ്നസ് ബേസ്ഡ്. അപ്പോൾ ഏകദേശം 4 to 5 months ആയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ജേർണി നമുക്ക് കണ്ടൻ്റ് ആക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. സോ ഫസ്റ്റ് വ്ളോഗാണ്. സോ നമ്മൾ ഫസ്റ്റ് മീൽ എന്ന് പറയുമ്പോൾ എഗ്ഗ് ഒരു 1 2 3 4 3 താറാവിൻ്റെ മുട്ടയും പിന്നെ ഒരു കോഴി മുട്ടയും. സോ അതാണ് ഇന്ന്. വേറെ ഓട്സ് കാര്യങ്ങളൊക്കെ തീർന്നു, പിന്നെ എന്താ ബ്രെഡും തീർന്നു. പക്ഷെ കറക്റ്റ് സമയത്താണ് വീഡിയോ തുടങ്ങിയത്. സോ ഇത് ടീ വിത്തൗട്ടാണ്, നോ ഷുഗർ. ദെൻ ക്രിയാറ്റിൻ എടുക്കണം വിത്ത് ചിൽഡ് വാട്ടർ. ഇത് ഫ്ലേവർ ഇല്ല, ഇതിന് ഫ്ലേവർ ഇല്ല ഗൈസ്. ഞാൻ ഫ്ലേവർ ഇല്ലാത്ത എടുത്തേക്കുന്നത്. സോ ലെറ്റ്സ് ഗോ. 1 ടീസ്പൂണാണ് ഒരു ദിവസം എടുക്കേണ്ടത്. സോ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ദെൻ 250 ml വാട്ടറാണ്. ചിൽഡ് വാട്ടറാണ് എപ്പോഴും നല്ലത്. അതാകുമ്പം ഫ്ലേവർ ഇല്ലാത്ത ആയാലും കുടിക്കാൻ പറ്റും, ഫ്ലേവർ ഉള്ളതായാലും കുടിക്കാൻ പറ്റും. ഒരു ഗ്ലാസിൻ്റെ നമ്മുടെ നോർമൽ ഗ്ലാസ് എല്ലാം ഏകദേശം 250 ml ആണ്. സോ ഞാൻ സ്പൂൺ എടുത്തത് അതൊന്ന് നല്ലോണം മിക്സ് ആക്കാനാണ്. നല്ലോണം മിക്സ് ചെയ്യണം. ഷേക്കർ ബോട്ടിലാണ് ഒരു 1 minute എങ്കിലും ഷേക്ക് ചെയ്യണം ക്രിയേറ്റ്, എന്നാലേ നല്ലോണം മിക്സ് ആകത്തുള്ളൂ. പക്ഷെ ഷേക്ക് അടിക്കുന്ന വ്ളോഗ് ഇടണമെന്നുണ്ടായിരുന്നു, ബട്ട് എനിക്കിപ്പോൾ ഷേക്ക് തിന്നാനൊരു ഇതില്ല. ടീ ആണ്. കോഫിയാണ് കുടിക്കുന്നത്, ബട്ട് ഡേ പ്രീ വർക്കൗട്ടായിട്ട് വൈകുന്നേരം കോഫി കുടിക്കും. കഫീൻ ഓവറായിട്ട് നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. അതുകൊണ്ട് ഒരു നേരം എടുക്കും. പിന്നെന്താ പറയാനുള്ള, ഫസ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട്. സോ ഞാൻ ബോഡിയൊക്കെ ട്രാൻസ്ഫോർമേഷനായിട്ട് ഒരു ജേർണിയിൽ സ്റ്റാർട്ടിങ് തൊട്ടേ ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് ബോഡി സെറ്റായി കഴിഞ്ഞിട്ട്, ബോഡി കറക്റ്റ് സെറ്റായി ഇരുന്നിട്ട് പോസിറ്റ് എല്ലാം അങ്ങനെ അവിടുന്ന് അപ്പം തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് അത്ര നേരം എന്തായാലും ഒരു മിനിമം 1 year എടുക്കും. 1 year അടുത്തൊക്കെ എടുക്കും. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക, അത് തന്നെയാണ്. സോ ബൈസൊക്കെ കണ്ടില്ലേ, ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ബൈസിൻ്റെയൊക്കെ സൈസ് ഇപ്പോഴത്തെ. സോ നല്ലൊരു ഫിസിക്കിന് വേണ്ടിയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. ബോഡി വെയ്റ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത്രയും പ്രോട്ടീനുകളാണ് ഒരു ദിവസം മീറ്റ് ചെയ്യുന്നത്. സോ അപ്പം എനിക്ക് 77 സംതിങ് ആണ്. സോ ഏകദേശം 154 വരും. അപ്പോൾ അത് കുറച്ച് പാടാണ് റോ ഫുഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പാണോ എന്താണെന്ന് തോന്നുന്നു മസിൽ ബ്ലേസിൻ്റെ 1 kg വേ പ്രോട്ടീൻ എടുത്തത്. ചോക്ലേറ്റ് ഹേസൽനട്ട്. അപ്പോൾ അത് 1 മാസം തന്നെ തീർന്നു, ഓരോ സ്കൂപ്പ് വെച്ച് എടുത്തപ്പോൾ. പിന്നെ അത് ഇച്ചിരി എളുപ്പമായിരുന്നു. പക്ഷേ ഇപ്പം അതിൻ്റെ അത്രയും എപ്പോഴും എല്ലാ മാസവും എടുക്കാനുള്ള ഇല്ല. അപ്പം ഞാൻ സ്ഥിരമായി എടുക്കുന്നത് ക്രിയാറ്റിൻ എടുക്കും. ക്രിയാറ്റിൻ ഇല്ലാതെ ഒരു പരിപാടിയില്ല. ഇതാണ് മെയിൻ സാധനം നമ്മുടെ. സോ ക്രിയാറ്റിൻ ഇല്ലെങ്കിൽ സ്ട്രെങ്ത് ഇല്ല,
പെട്ടെന്ന് റിക്കവറിയും എല്ലാം നമ്മുടെ ഒരു കോർ എലമെൻ്റാണ് എടുക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷനാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, നമുക്കറിയാം. അതിൽ കൂടെ തന്നെയാണ് കാണുന്നത്. സോ വേറെ എന്താ പറയുക, സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് സംസാരിക്കാനായാലും ക്യാമറയെ നോക്കി പറയാനായാലും ഒരു ചെറിയൊരു ഇതുപോലെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പയ്യെ അല്ലേ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ റീൽസും, ഞാനായാലും റീല് കാണുമ്പോഴും യൂട്യൂബ് വീഡിയോ കാണുമ്പോഴും നമ്മൾ കമൻ്റ് ഇടുകയായാലും, ഞാനൊരു കമൻ്റ് ഇടുന്ന ആളല്ല, ബട്ട് ഈ കമൻ്റ് ഇടുന്നവരൊക്കെ ഓരോന്ന് നെഗറ്റീവ് ആയിക്കോട്ടെ പറയുന്നത് കാണുമ്പോൾ നമ്മളിപ്പോൾ അത് നോക്കി അങ്ങനെ. പക്ഷേ നമ്മളൊരു ക്യാമറ എടുത്ത് ഫ്രണ്ടിൽ കൊണ്ട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ക്യാമറ എടുത്ത് അയാളുടെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കുമ്പോൾ ഇനി സംസാരിക്കുക എന്ന് പറയുമ്പോഴാണ് ഒരു മിക്ക ആൾക്കാരും നിന്ന് പോകുന്നത്. കാരണം അതൊരു ഭയങ്കര കഴിവ് തന്നെയാണ് ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുക. അത് ഒട്ടും എളുപ്പമല്ല. ക്യാമറയുടെ ഇങ്ങനെ വെച്ച് നമ്മളായിട്ട് നിന്ന് സംസാരിക്കുക ഒട്ടും. ചിലരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴിങ്ങനെ, ഞാൻ തന്നെ ഫസ്റ്റ് ടൈം എടുത്തപ്പോൾ ഒരു ചമ്മലും എല്ലാം എന്താ പറയുക, ഒരുമാതിരി കണക്ക് തോന്നുന്നു, ഒരുമാതിരി കണക്ക്. പിന്നെ അത് യൂസ്ഡായി വരുമ്പോഴാണ് ക്ലിക്കാവുന്നത്. അല്ലാതെ ഒരിക്കലും ഫസ്റ്റ് ടൈം എടുക്കുന്ന ആൾക്കാർ അതൊരു ഭയങ്കര കഴിവാണത്. അത് എല്ലാവർക്കും പറ്റത്തില്ല. അതൊരു ഭയങ്കര കഴിവാണ്. പക്ഷെ ചിലവരുണ്ട് ക്യാമറ എടുത്ത് വെച്ച് എന്ത് തോന്നിയ ദിവസം കാണിക്കും. ബട്ട് അതല്ല ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മളായിട്ട് മൈസെൽഫ് അങ്ങനെ നിൽക്കാൻ നല്ല പാടാണ്. അതൊരു സ്കില്ല് തന്നെയാണ്, നല്ല സ്കില്ലാണ്. അത് യൂട്യൂബിൽ വെച്ച് ഉപയോഗിച്ച് നല്ല ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അതൊരു ബെസ്റ്റ് സ്കില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഞാനും ഇപ്പോൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുകയാണ് ഇങ്ങനെ ക്യാമറ വെച്ച് സംസാരിക്കാൻ. ബട്ട് എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇടുന്നുണ്ട്. സോ അതാണ്. ടീ കഴിഞ്ഞു, ഇനി ക്രിയേറ്റിന് ചിൽഡ് വാട്ടറാണ്. ചിൽഡ് വാട്ടർ ആയതുകൊണ്ട് കയ്പില്ല. ഞാൻ നോർമൽ വാട്ടർ കുടിച്ചിട്ടുണ്ട്. അപ്പം ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര പൊടി കലക്കി എന്താ പറയുക, ഗുളികയൊക്കെ ഇല്ല ഒരു ടേസ്റ്റാണ്. ബട്ട് ഇത് ചിൽഡ് വാട്ടർ ആയതുകൊണ്ട് അറിയത്തില്ല. ഒരു സ്പൂണിന് ഏകദേശം 3 to 5 ഗ്രാമാണ് കിട്ടുന്നത്. സോ എല്ലാ ദിവസവും എടുക്കണം. ഞാൻ ഇന്നലെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ChatGPT ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു ദിവസം എടുത്തില്ല, കുഴപ്പമില്ല. ബിക്കോസ് ഇതൊരു ഭയങ്കര സ്ലോ ബിൽഡപ്പാണ്. ഈ ഹാൻഡ് സ്വിച്ച് ചെയ്യുന്നത് കൈ കഴിക്കുന്നതുകൊണ്ടാണ്. കാരണം ഇങ്ങനെ ഫോൺ പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പം കുറച്ച് കഴിയുമ്പം കൈ ടയർഡാവും. അപ്പോൾ ക്രിയേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അത് പെട്ടെന്നൊന്നും ആവില്ല. ഓരോ ദിവസവും എടുത്തെടുത്ത് ഓരോ മാസം എടുത്ത് അത് അതുപോലാണ് നമ്മുടെ ബോഡിയിൽ പിടിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ആഫ്റ്റർനൂൺ മീലിലേക്ക് കിടക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ അടുത്ത മീൽ എന്ന് പറയുന്നത്. റൗണ്ട് ചെയ്തിട്ട ബട്ട് ഫുള്ളായിട്ട് കട്ടായില്ല. ഓക്കെ, സോ ഇതാണ് എഗ്ഗ്. നമ്മൾ രാവിലെ 4 എണ്ണം കഴിച്ചു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ജസ്റ്റ് ചേഞ്ചിന് വേണ്ടി നമ്മൾ പയർ പിന്നെ മീൻ. ഇത് ഓയിൽ കുറച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം വീട്ടിലൊക്കെ അവരെല്ലാം അങ്ങനെയാണ് കറി വെച്ചായാലും. സോ ഞാൻ പിന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഓയിൽ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഫിഷ്. അപ്പോൾ ഇതാണ് ഉച്ചയ്ക്കത്തെ മീൽ. പിന്നെ ഇപ്പം ഉച്ചയ്ക്ക് എഗ്ഗ് എടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ നൈറ്റിൽ ഡിന്നറിൽ എടുക്കും. സോ ഇതാണ് നമ്മൾ ഈ പ്രോട്ടീൻ പൗഡർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ റോ ഫുഡ് അതുകൊണ്ടാണ് ഇത്രയും പാട്. അല്ലെങ്കിൽ ഇത്രയും ബൾക്കായിട്ട് കഴിക്കേണ്ട ആവശ്യം വരത്തില്ല. 2 സ്കൂപ്പൊക്കെ ഒരു ദിവസം എടുത്താൽ നമുക്ക് പിന്നെ കുറച്ച് എടുത്താൽ മതി. സോ
ആഫ്റ്റർനൂണിലല്ലേ? ഓക്കെ, അപ്പോൾ കഴിച്ചിട്ട് വരാം. സോ ഗൈസ്, ആഫ്റ്റർനൂൺ മീൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി വൈകുന്നേരം ജിമ്മിൽ പോകണം. പ്രീ വർക്കൗട്ട് എടുക്കണം. പ്രീ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് കോഫി, ദാറ്റ്സ് ഇറ്റ്. കോഫി ഒരു ബനാനേ ഉള്ളൂ. സോ ജസ്റ്റ് ഗ്രോ ആയി വരുന്നതേ ഉള്ളൂ. അത്യാവശ്യം ഫാറ്റൊക്കെ ഉണ്ടായിരുന്നു, ബൾക്കായിട്ടിരുന്നു. അപ്പം എല്ലാം കവറപ്പ് ചെയ്ത് വരികയാണ്. വിങ്സ് എങ്ങനെയാണ് കാണിക്കുന്നത്? ഓക്കെ, സോ ഇതാണ് ബോഡി എന്ന് പറയാൻ. ആപ്സ് ഒന്നും വന്നില്ല ഗൈസ്, അതൊക്കെ വരുത്തേ ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ. ജിമ്മിൽ പോകാനുള്ള സമയമായി. സോ നമ്മൾ പ്രീ വർക്കൗട്ട് ആയിട്ട് എടുക്കുന്നത് കോഫി, പിന്നെ ബനാന നമ്മൾ എടുക്കുന്നില്ല, കാരണം ഞാൻ ഉച്ചയ്ക്ക് ഓൾറെഡി കഴിച്ചു. പിന്നെ ഒരു ജസ്റ്റ് 2 എഗ്ഗ് ഞാൻ ബോയിൽ ചെയ്ത് കഴിച്ചായിരുന്നു. അത് ജസ്റ്റ് സ്നാക്കായിട്ട് ആ വീഡിയോ എടുത്തില്ല. സോ ജസ്റ്റ് ഡ്രിങ്ക് മാത്രം മതി. സോ ഹിയർ വിത്തൗട്ട് ഷുഗറാണ്. അപ്പോഴാണ് അമ്മ ഇവിടെ എഗ് പപ്സ് വാങ്ങിച്ചത്. നമ്മൾ ഇതിന്ന് മുട്ട എടുക്കുന്നു. വാങ്ങിച്ചതല്ല, ഇത് കിട്ടിയതാണെന്ന് തോന്നുന്നു. അമ്മ വേണ്ടെന്ന് പറഞ്ഞു. സോ നമ്മൾ ഈ എഗ്ഗ് വെക്കുന്നു. എന്നിട്ട് ബാലൻസ് ഇത് നമ്മൾ ജോലിക്ക് കൊടുക്കുന്നു. നമുക്കറിയാം ആപ്സൊക്കെ വരണമെങ്കിൽ ഇത് തിന്നിട്ട് ഒരു കാര്യമില്ല. ജൂലി എന്നാ പപ്സ് വാ. ആരാണ് ജൂലി എന്നറിയണ്ടേ? കം വേണോ? വേണോ? ഓക്കെ, അപ്പോൾ വേണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറയുമ്പം ചെസ്റ്റും ഉണ്ട്, പിന്നെ ട്രൈസെപ്സ്. ചെസ്റ്റ് ആൻഡ് ട്രൈസെപ്സ് അതാണ് ഇന്ന് ചെയ്യുന്നത്. നോർമലി ഞാൻ ചെയ്യുന്ന 6 ഡേ വർക്കൗട്ട് പ്ലാനാണ്. എന്ന് പറയുമ്പം ചെസ്റ്റും ട്രൈസും പിന്നെ ബാക്കും ബൈസും പിന്നെ ഷോൾഡറും ലെഗും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വേണം, എന്നാലേ ഗ്രോത്ത് വരൂ. പിന്നെ കുറേ നാൾ വർക്കൗട്ട് ചെയ്തവർക്ക് സ്വയമായിട്ട് കസ്റ്റം ചെയ്യാം. വേണമെങ്കിൽ എക്സ്ട്രാ 1 ഡേ റെസ്റ്റ് ഡേ ആക്കുന്നവരുണ്ട്. സോ ഞാനിപ്പോൾ ഇതാണ് ഫോളോ ചെയ്യുന്നത്. സോ നമുക്ക് മീല് തിന്നാം. സോ കോഫി കുടിക്കാം. പിന്നെ ഏതാണ്ട് ഇവിടെ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്. സോ അതിപ്പോൾ ഇനി കുക്ക് ചെയ്യാൻ ടൈമില്ല. സ്വീറ്റ് പൊട്ടറ്റോ നല്ലൊരു പ്രീ വർക്കൗട്ട് മീലാണ്. കഫീനാണ്, നല്ല നമുക്ക് ഒരു സ്റ്റാമിന കിട്ടും. അപ്പോൾ ഗൈസ്, ജിമ്മിലോട്ട് പോവുകയാണ്. ജസ്റ്റ് ബോട്ടിലെടുക്കുന്നു. വാട്ടർ ഈസ് ഇമ്പോർട്ടൻറ്റ്, വെള്ളം എടുക്കാൻ. പിന്നെ വേറൊന്നുമില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, ജിം ബഡ്ഡി. അപ്പോൾ ഗൈസ് പോവുകയാണ്. ഒരു ഹായ് പറഞ്ഞു. ഹായ്, സൂപ്പർ ഹായ്. ഇത് ഒട്ടും അതിശയമല്ല. നമ്മൾ ജിമ്മിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു 6-7 കിലോമീറ്റർ വരെ പോകണം. വീട്ടിനടുത്തല്ല. സോ ലെറ്റ്സ് ഗോ.
വാമപ്പിൻ്റെ ഒന്നും ക്യാപ്ചർ ചെയ്തില്ല. പിന്നെ വർക്കൗട്ടിൻ്റെ എല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബെഞ്ച് പ്രസ്സാണ് ചെയ്യുന്നത്. ഞാൻ 1 സൈഡ് 7.5 ഇട്ടാണ് ചെയ്യുന്നത്. സോ എനിക്ക് ചെസ്റ്റ് നല്ല വീക്കാണ്. ഇത്ര തന്നെ എത്തിച്ചെടുത്ത് തന്നെ പാട് എനിക്കറിയാം. ഒരു സൈഡ് 10 കിലോ ഇട്ട് വരാൻ നല്ല ടൈം എടുത്തായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ബെഞ്ച് പ്രസ്. ഏറ്റവും എൻ്റെ വീക്ക് പാർട്ട് ചെസ്റ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെ പയ്യെ ഗ്രോപ്പ് ചെയ്ത് വരികയാണ്. ഒരിക്കലും നമുക്ക് വെയിറ്റ് പെട്ടെന്ന് തന്നെ കൂട്ടി കൊണ്ടുവരാൻ പറ്റില്ല. അത് കറക്റ്റ് പ്രോഗ്രസീവ് ഓവർലോഡ് വഴി അങ്ങനെ പറ്റുള്ളൂ. പിന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ടൊന്നുമില്ല, കാരണം അവിടുത്തെ സോങ് എല്ലാം കോപ്പിറൈറ്റ് അടിക്കും. അതാണ് 5x ഇട്ടിരിക്കുന്ന. ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാൻ തുടങ്ങിയത് ജസ്റ്റ് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് മടിപ്പിക്കാതെ തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഫൈനലി ബെഞ്ച് പ്രസ്സും കഴിഞ്ഞു. സപ്പോർട്ടിട്ട് നമ്മൾ സപ്പോർട്ട് എപ്പോഴും വെക്കുക. പിന്നെ നേരെ നമ്മൾ പോയത് ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ്സാണ്. ആദ്യം ബെഞ്ച് പ്രസ് കഴിഞ്ഞ് പിന്നെ ഇൻക്ലൈനാണ് അപ്പർ ചെസ്റ്റിന്. സോ ആദ്യം 12.5 എടുക്കുന്നത്. സോ അത് വെച്ചൊരു 12 to 15 റെപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡായിട്ട് 15 kgയുടെയാണ് എടുത്തത്. അത് കുഴപ്പമില്ലാതെ ചെയ്തു. ചെസ്റ്റിന് വേണ്ടി നല്ലോണം ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം ചെസ്റ്റാണ് എനിക്ക് ഒട്ടും ഇല്ലാത്തത് തന്നെ, വിസിബിളായിട്ട് അങ്ങനെ ഒട്ടും ഇല്ലാത്തത് തന്നെ. പിന്നെ ലാസ്റ്റ് 17.5 വെച്ച് ഒരു 8 റെപ്പ് അടിച്ചു. അതോടെ നമ്മുടെ ഇൻക്ലൈൻ കഴിഞ്ഞു. ഇനി അടുത്ത പെറ്റക്കിലോട്ടാണ്. 35 കിലോ ഇട്ടാണ് ആദ്യം അടിച്ചത്. അതൊരു 15 റെപ്പ് അടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് 40, പിന്നെ 45 ആ ഒരു റേഞ്ചിലാണ് പോകുന്നത്. പെറ്റക്കാണ് നല്ല കണക്ക് നമുക്ക് കിഡിലായിട്ട് അപ്പർ ചെസ്റ്റിനും ആ ഒരു ബിറ്റ്വീൻ അതിലും നല്ല പോലെ എഫക്റ്റ് ചെയ്യും, നല്ല പോലെ പമ്പാവുകയും ചെയ്യും. പക്ഷെ കറക്റ്റായിട്ട് തന്നെ ചെയ്യണം, അതുപോലെ തന്നെ സ്ലോയിലും. ഞാനിത് 5x കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവത്തില്ല. സോ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് ലോവർ ചെസ്റ്റിന് വേണ്ടിയാണ്. അത് 55, 60, 65 ആ ഒരു വെയ്റ്റിൽ 15 റെപ്പ് ഇതാണ് അടിച്ചത്. അതും നല്ലൊരു എഫക്റ്റുള്ള വർക്കൗട്ട് തന്നെയാണ്. നമ്മുടെ ലോവർ ചെസ്റ്റ് പമ്പായിട്ടിരിക്കും. പിന്നെ ട്രൈസെപ്സിലേക്ക് കടന്നു. ഈ സ്പ്ലിറ്റ് വർക്കൗട്ടാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ട്രൈസെപ്സിന് നമ്മൾ ബാർ വെച്ച് താഴേക്ക് പുൾ ചെയ്ത് അതൊരു ബിൽഡപ്പ്. ഫസ്റ്റ് ട്രൈസെപ്സിന് അത് നല്ലൊരു പമ്പ് തരും. സോ അതാണ് ചെയ്തത്. പിന്നെ തേർഡ് അതും ഞാൻ ഏകദേശം 35, 40, 45 ആ ഒരു റേഞ്ചിലാണ് വെയിറ്റ് എടുത്തിരിക്കുന്നത്. അവസാനം നല്ല ഉണക്ക് ഫെയിലിയർ വരെ എടുത്തിട്ടുണ്ടാവും. ഫെയിലിയർ എടുത്താലേ നമ്മുടെ കറക്റ്റ് ഒരു ഗ്രോ ചെയ്യുന്നതിനൊരു എന്താ പറയുക റീസൺ എന്ന് പറയുന്ന പോലെ. പിന്നെ അടുത്ത ഡിപ്സാണ് ചെയ്തത്. അത് 5, 5.5, 10 അങ്ങനെ ഇട്ട് 1 സൈഡ് അങ്ങനെ 2 സൈഡ് ഇട്ട് അതാണ്. അതിൻ്റെ ഞാൻ വിഷ്വൽ അധികം എടുത്തില്ല. ഒരു എന്താ പറയുക വന്ന് വരുമ്പോൾ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. സോ അപ്പോൾ നമുക്ക് മീലിലേക്ക് കിടക്കാം. നമ്മൾ 3 എഗ്ഗാണ് എടുക്കുന്നത്. ഒരു താറാമുട്ടയും 2 കോഴിമുട്ടയും പിന്നെ എന്താ ക്രഷ്ഡ് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഒരു കഴിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി പാടാണ്. സോ പിന്നെ കുറേ ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചാണ് ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്ന വീഡിയോ. സോ ഗൈസ്, അപ്പോൾ എൻ്റെ ഡിന്നർ പ്രിപ്പയർ ആയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് 3 ഫിഷസ്, പയറുതോരൻ, എഗ് സ്ക്രാമ്പിൾഡ്. സോ ഇത്രയേ ഉള്ളൂ. സോ നമ്മളങ്ങനെ അവസാനം ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മുടെ സോ എന്താ പറയുക ഒന്നും പറയില്ല, പക്ഷെ ചെന്നില്ല. സോ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ എല്ലാം കഴിഞ്ഞു. സോ
അപ്പോൾ എൻ്റെ റൂം ഞാൻ കാണിച്ചിട്ടില്ല, റൂം മൊത്തം അലമ്പായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്നതായിരിക്കും. സോ അതിൻ്റെ ഒരു വീഡിയോ പിന്നെ അല്ലെങ്കിൽ ജസ്റ്റ് ഹാങ്ങിങ് എന്തെങ്കിലും അത് പിന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഒന്നും വൃത്തിയല്ല. സോ ഇന്നത്തെ എല്ലാം കഴിഞ്ഞു. പിന്നെ പ്രോട്ടീൻ ഗോൾ ഇപ്പോൾ ഏകദേശം എൻ്റെ 77 സംതിങ് ആണ് എൻ്റെ വെയിറ്റ്. അപ്പോൾ 77 × 2 ഇറ്റ്സ് അബൌട്ട് 154. ഓക്കെ, അപ്പോൾ അത്രയും മീറ്റ് ചെയ്യണം. സോ ഞാൻ ഒരു കോമ്പറ്റീറ്റർ ഒന്നുമല്ല, ഞാൻ എന്താ പറയുക കോമ്പറ്റീഷനോ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ബോഡി ഒരു നോർമലായിട്ടുള്ള എന്താ പറയുക സിമ്പിളായി നോർമൽ ബോഡിയാണ്. സോ അത് എനിക്കൊരു അത്ലറ്റ് ഒരു കോമ്പറ്റീഷൻ ടൈപ്പ് ആവണമെന്നില്ല. ബട്ട് ഐ ഹാവ് ടു എനിക്ക് ബിൽഡ് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ഇതാണ്. അതെനിക്ക് ഭയങ്കര ഒരു ക്രേസായി. സോ അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ഗോൾ നമ്മൾ മിനിമം നമ്മുടെ ഒരു ബോഡി വെയ്റ്റ് 2 × 2 അതിൻ്റെ ഒരു അടുത്തെങ്കിലും എത്തിയിരിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ 150 ഇപ്പോൾ എനിക്ക് പറ്റും, മിക്ക ദിവസവും പറ്റും. പക്ഷേ എല്ലാ ദിവസമൊന്നും പറ്റത്തില്ല അത്ര, അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ കാണണം. അപ്പോൾ 1 മാസം എന്തോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പം 2 മന്തായിട്ട് ഉപയോഗിക്കുന്നില്ല. ഞാൻ അല്ലാതെ തന്നെ റോ ഫുഡ്സിൽ നിന്ന് മാക്സിമം തിന്നാൻ നോക്കണം. ഇന്ന് ഏകദേശം 140 സംതിങ് ഞാൻ മൊത്തം കണക്ക് കൂട്ടി ChatGPT നോക്കി. സോ താറാമുട്ടയൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇച്ചിരി കോഴിമുട്ടയെക്കാട്ടിലും താറാമുട്ടയൊക്കെ ഉണ്ട്. പിന്നെന്താ പയറ് തോരൻ, പിന്നെ വെജീസിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അത് കുറവാണെന്നൊക്കെ പറയുന്നു. ബട്ട് അപ്പോൾ സ്ട്രിക്റ്റ് ഫോളോയിങ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതൊന്നും കൂടുതൽ നോക്കാറില്ല. ജസ്റ്റ് പ്രോട്ടീൻ എന്തോ അത് എനിക്കൊരു നോർമൽ ഇത് എല്ലാത്തിൻ്റെയും അറിയാം. സോ അതങ്ങ് കണക്ക് കൂട്ടി അങ്ങ് തിന്നെയാണ്. പിന്നെന്താ ഓട്സ് പീനട്ട് ബട്ടർ ഇതൊക്കെ നല്ലതാണ്. നമുക്ക് പ്രോട്ടീൻ കൊണ്ട് മീറ്റ് ചെയ്യാൻ സ്നാക്കായിട്ട് ഉപയോഗിച്ച് കഴിക്കാം. പിന്നെ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഡോക്ടർ ചോയ്സ് അങ്ങനെ അവരുടെയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ പ്രോട്ടീനാണ്. ബട്ട് എല്ലാം റേറ്റാണ് ഈ പ്രോട്ടീൻ എന്തായിക്കോട്ടെ. ഇപ്പം ഈ ജിമ്മിലുള്ളവർക്ക് കഴിക്കാനായിക്കോട്ടെ സ്നാക്ക് ആയിക്കോട്ടെ, അതെല്ലാം നല്ല റേറ്റാണ്. പ്രോട്ടീൻ ബാർസ് ഉണ്ട്. സോ നമുക്ക് ഇപ്പോൾ എനിക്കായാലും ഷുഗർ കട്ട് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. ബട്ട് നമുക്ക് പറ്റിയൊന്നും എവിടെയൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. അതൊന്നെങ്കിൽ അതിന് നല്ല റേറ്റാണ്. സോ അത് ഇച്ചിരി പാടാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് പീനട്ട് ബട്ടർ അൺസ്വീറ്റഡ് ആയിട്ടുള്ള ജാഗറി ഉപയോഗിക്കുന്നത്, പീനട്ട് ബട്ടർ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്. സോ അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇന്ന് ആപ്സിന് ചെയ്ത് നല്ല ഉണക്ക് ചെയ്തിട്ടുണ്ട്. അനക്കാൻ വയ്യ വയറ് നല്ല പോലെ. ബട്ട് ഇത് ഭയങ്കര എന്താ പറയുക, നമുക്കങ്ങ് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതൊരു ഭയങ്കര വലിയൊരു ജേണിയാണ്. നല്ലപോലെ കൺസിസ്റ്റൻ്റ് ആയില്ലെങ്കിൽ പറ്റില്ല എന്ന്. എന്തായാലും അതിനൊരു മെയിൻ എക്സാമ്പിളായിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ എന്നും വ്ളോഗ് ഇടുമെന്നല്ല, ജിമ്മിൽ പോകുന്നതിൽ ഒരാഴ്ച വെച്ചോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴേ ഞാൻ ജസ്റ്റ് വീഡിയോ ഇടും. ജസ്റ്റ് എല്ലാ ദിവസവും എൻ്റെ ബോഡിയുടെ ഒരു ട്രാൻസ്ഫോർമേഷനായിട്ട് എന്തായാലും ആർക്കായാലും ഒരു വിശ്വസിക്കണ്ടേ, അല്ലെങ്കിൽ എന്താ പറയുക ഇതൊക്കെ വരുമോ അല്ലെ സത്യമാണോ. സോ നമുക്ക് എന്നെ എക്സാമ്പിളായിട്ട് തന്നെ എടുക്കാം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെന്താണ് ഡയറ്റും എല്ലാം പ്രോഗ്രസീവ് ഓവർലോഡ് തന്നെ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ലീപ്പ് എന്ന് പറയുന്ന സാധനം. 8 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ പ്രോപ്പറായിട്ട് മസിൽ ഗ്രോ ചെയ്യില്ല. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് തിങ് തന്നെയാണ്. പിന്നെന്താ നമ്മൾ ക്യാമറയിലൊന്നുമല്ല എടുക്കുന്നത്, ഫോണിലാണ്. സോ അതിൻ്റേതായിട്ടുള്ള തുടക്കത്തിലുള്ള ചെറിയ പോരായ്മയൊക്കെ ഉണ്ട്. എനിക്ക് പിടിക്കുന്നതൊന്നും കറക്റ്റ് വശമൊന്നുമില്ല. സോ ഒരു നാക്കിനങ്ങ് എടുക്കുകയാണ്. പിന്നെന്താ സോ ഇത്രയൊക്കെയാണ് വീഡിയോ. ലൈറ്റിങ്ങൊക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. ജസ്റ്റ് പരിചയപ്പെടുക അത്രേ ഉള്ളൂ. ജസ്റ്റ് യൂട്യൂബിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് റീൽസ് ഷോർട്സ് അങ്ങനെ യൂട്യൂബ് ഷോർട്സ് അങ്ങനെയൊക്കെ ഇട്ടാണ് ഞാൻ കുറച്ചൊക്കെ തുടങ്ങി. അപ്പോൾ അതൊക്കെ അത്യാവശ്യം റീച്ച് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ലോങ് വീഡിയോ ഇട്ടാലേ കുറേ പേര് അറിയും. നമ്മളൊരിക്കലും ഷോർട്സ് ഇട്ട് മാത്രം റീച്ച് ആവില്ല. സോ അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ലെങ്ത്തൊക്കെ കുറച്ചായിരിക്കും ഇടുന്നത്, കാരണം ആരാദ്യമായിരുന്നു കാണാൻ. സോ ദാറ്റ്സ് ഇറ്റ്. പക്ഷെ ഇതിനൊക്കെ എന്താ പറഞ്ഞാലും നല്ല ഹാർഡ് വർക്കാണ്. വെറുതെ ചുമ്മാ ചെയ്യുന്നതോ അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന എളുപ്പമല്ല ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലായി. സോ എന്തായാലും നോക്കാം. സ്റ്റാർട്ട് ചെയ്താൽ ഫസ്റ്റ് തന്നെ എന്തായാലും ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ദാറ്റ്സ് ഇറ്റ്. എന്ന് ഞാൻ എല്ലാം ഉൾപ്പെടുത്തും. ഞാൻ പോയി ചെസ്റ്റ് ഡേ അടിക്കും. അത് വോയിസ് ഓവർ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. സോ ദെൻ
ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നല്ലതുണ്ടെങ്കിൽ നല്ലതും പറയുക. എന്തായാലും ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 11:30 ആവാറായി. കാരണം വൈകുന്നേരം ഇച്ചിരി ലേറ്റായിട്ട് ഇറങ്ങിയോണ്ട് 10 മണി 10 ആയി. 10 മണി വരെ ജിമ്മിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഫുഡ് ഉണ്ടാക്കി ഇനി കുക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ തനിയെ കുക്ക് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ നല്ലോണം ലാഗാവും. സോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. 11:30 ആയി, ഇനി ഉറങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ ബൈ.